ഹായ് ഓൾ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ക്യാൻറ്റീനിൽ പോകാമെന്ന് വിചാരിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ ക്യാൻറ്റീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് അടിക്കുന്ന സ്ഥലമല്ല. ഇവിടെ ക്യാൻറ്റീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സൂപ്പർ മാർക്കറ്റ് പോലെ ഉണ്ടാവില്ലേ, സാധനങ്ങളൊക്കെ വാങ്ങുന്ന അതാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരമാണ് പോയത്. രാവിലെ കുറച്ച് പണികളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് കഴിഞ്ഞ് ഫ്രീ ആയിട്ട് ഉച്ചയ്ക്ക് ശേഷം പോകാമെന്ന് വിചാരിച്ചു. പിന്നെ കുറേ ദിവസമായി പോകാമെന്ന് വിചാരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ 10, 11, 12, 15 ആ ദിവസമൊക്കെ ആ ഡേറ്റൊക്കെ ആകുമ്പോഴേക്കാണ് സാധനങ്ങൾ പുതിയത് വരിക. അപ്പോൾ ക്യാൻറ്റീൻ നിറഞ്ഞിരിക്കും. അവസാനം ആകുമ്പോഴേക്കും മൊത്തം ഫുള്ള് കാലിയാവും. അപ്പോൾ പിന്നെ ആ പോക്ക് നടക്കില്ല. പിന്നെ ഈ അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെ ഈ ക്വാർട്ടറിൻ്റെ ബാക്കിലൂടെ ആയിട്ട് വന്നത്, മെയിൻ റോഡിലൂടെ ഒന്നല്ല, അങ്ങനെ കൂടുവഴിയൊക്കെ ഉണ്ട്. അപ്പോൾ അമ്പലം, പള്ളിയും ഗുരുദ്വാരയും ഒക്കെ ഉണ്ട് കേട്ടോ. അവിടെ 3 വരി കണ്ടില്ലേ. ക്യാമ്പിൻ്റെ അകത്ത് 3 ക്യാൻറ്റീൻ ഉണ്ട് കേട്ടോ. ഇത് ക്യാൻറ്റീനിലേക്ക് വരുന്ന എൻട്രൻസ് ആണ്. ആ കവാടത്തിലൂടെയാണ് ഉള്ളിലേക്ക് വരിക. ഇവിടെ മൊത്തം കുറേ ഷോപ്പുകളും കാര്യങ്ങളുണ്ട്. നമുക്ക് വേണ്ടല്ല, ഇവിടുത്തെ സാറന്മാർക്ക് വേണ്ട യൂണിഫോം തയ്ക്കുന്നത് അങ്ങനെയുള്ളതൊക്കെ. ഇതാണ് ആദ്യത്തെ ക്യാൻറ്റീൻ കേട്ടോ. അപ്പോൾ ഇവിടെയാണ് ഞാൻ ആദ്യം വന്നത്. ഇവിടെ ഞാൻ വിചാരിച്ച ബോഡി ലോഷനും കാര്യങ്ങളൊന്നും പിന്നെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു, അതൊന്നും കിട്ടാതെ ആയപ്പോൾ ഞാൻ വേറൊരു ക്യാൻറ്റീനിലേക്ക് പോവുകയാണ്. കുറച്ച് മുകളിലേക്ക് പോകണം. അപ്പോൾ ഇവിടെ നടന്നു പോണ വഴിയിൽ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, എന്തോ ബിൽഡിങ്ങിൻ്റെ. ഇത് 2ാമത്തെ ക്യാൻറ്റീനാണ് കേട്ടോ ഈ കാണുന്നത്. ഇതും മറ്റേതും സെയിം തന്നെയാണ്, ഒരേപോലെ തന്നെയാണ്. പക്ഷേ ചില ക്യാൻറ്റീനുകളിൽ കുറച്ച് കൂടുതൽ സാധനങ്ങൾ വരും, അങ്ങനെയൊക്കെയാണ്. പിന്നെ അന്ന് എൻഗേജ്മെൻറ്റിന് പോയ സാറിനെയും വൈഫിനെയൊക്കെ കണ്ടിരുന്നു. അപ്പോൾ അവർ വന്നപ്പോൾ കുറച്ച് ലേറ്റ് അവരോട് സംസാരിച്ചിരുന്നു. ഇത്ര നേരമായി. പിന്നെ നമ്മളിങ്ങനെ സൂപ്പർ മാർക്കറ്റിലും കാര്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പെണ്ണുങ്ങളെ അവസ്ഥ പറയണ്ടല്ലോ, എന്തെടുക്കണം എന്നുള്ളതാവും. പിന്നെ ബജറ്റ് നോക്കിയിട്ടാണ് സാധനങ്ങളെടുത്ത്. അപ്പോൾ ഞാൻ ക്യാൻറ്റീനിൽ നിന്ന് വാങ്ങിയിട്ടുള്ള അത്യാവശ്യം സാധനങ്ങളാണത്. വിൻ്ററൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ കുറച്ച് ചേർത്തിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമാണ്. അപ്പോൾ ഞാൻ എന്താക്കി, രാത്രി ഇനി എന്ത് വേണ്ട, ചോറ് വേണ്ട എന്നുള്ള പ്ലാനിൽ ഓട്സൊക്കെ വാങ്ങിയിട്ട് എത്ര കാലം പോകുമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഈ വിൻ്ററിൽ ഇടുന്ന ഡ്രസ്സുകളൊന്നും ഇനി വേണ്ടല്ലോ, ചൂടുകാലത്ത് ഇടാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതൊക്കെ കഴുകി കംഫർട്ട് മുക്കി എടുത്തേക്കണം, അല്ലെങ്കിൽ അടുത്ത വർഷം ഉപയോഗിക്കുമ്പോഴേക്കും അതിന് ഒരുമാതിരി സ്മെല്ലൊക്കെ വരും. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ അത്യാവശ്യം വാങ്ങിയിട്ടുള്ള സാധനങ്ങൾ. എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.